കുടിക്കുന്നവർക്ക് വല്ലാത്ത ഉന്മേഷം കൊടുക്കുന്ന, കുടിക്കുന്നവർക്ക് വല്ലാത്ത കരുത്ത് കൊടുക്കുന്ന തന്റെ കള്ളാറുകൾ ആ സ്വർഗത്തിനുണ്ട്. പാലാറുകളും തേനാറുകളും സച്ചന്തപാനികളും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം. അല്ലാഹുവേ, ആ സ്വർഗത്തിലേക്ക് സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങളെ കടത്തണേ അല്ലാ. ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നുഖ്സാനുകൾ, പോരായ്മകൾ, ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഹസനാത്തുകൾ കാരണം മായ്ച്ചു കളയണേ അല്ലാ. ആ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സ്വർഗം കിട്ടണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. ചോദിച്ചാൽ മാത്രം പോരാ, അതിനുള്ള പണിയെടുക്കണം. സ്വർഗം കിട്ടാനുള്ള പണിയെടുക്കണം. എന്താണ്? മറ്റൊരു ഹദീസും കൂടി ഞാൻ പറയാം നിങ്ങൾക്ക്. സ്വർഗവാസികളായ ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരപ്പെടും. അവരോട് വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ ഇങ്ങനെ തുറന്നു കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, സലാമുൻ അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാവട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക്. സലാമുൻ അലൈക്കും, ഈ സ്വർഗവാസികളായ ആളുകളോടെന്ന് പറയാണ്, സലാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ രക്ഷയുണ്ടാവട്ടെ. തികത്തും നിങ്ങൾ അനുഗ്രഹം ചെയ്ത ആളുകളാണ്, നിങ്ങൾ സുഹൃതം ചെയ്ത ആളുകളാണ്, നിങ്ങൾ നന്മ ചെയ്ത ആളുകളാണ്. ഫദ്ഖുലൂഹാ, നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് കടന്നോളൂ. ഈ സ്വർഗത്തിൽ നിങ്ങൾ ശാശ്വതരായി ജീവിച്ചോളൂ. അങ്ങനെ സ്വർഗവാസികളായ ആളുകൾ സ്വർഗത്തിലേക്ക് എങ്ങനെ കടക്കുക. എന്നിട്ട് അവർക്ക് മുമ്പിലേക്ക് അള്ളാഹു എല്ലാ സുഖങ്ങളും, എല്ലാവിധ സുഖങ്ങളുടെ പറുദീസകളും അവർക്ക് നൽകപ്പെടുകയാണ്. അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നു, അന്നഹു ഖാല ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന, സ്വർഗവാസികളായ ആളുകൾ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നാൽ തതലഖാഹുൽ മലായികതു ബികുല്ലി ഖൈരിൻ വനിഅമ, അള്ളാഹുവിന്റെ വാനലോകത്തുള്ള കോടിക്കണക്കായ മലക്കുകൾ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ സുഖങ്ങളുമായിട്ട് ഈ സ്വർഗവാസികളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവർക്ക് കുടിക്കാനുള്ള പാനീയം കൊടുക്കുകയാണ്, അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുക്കുകയാണ്, അവർക്ക് ഉല്ലസിക്കാനുള്ള പാർക്ക് കൊടുക്കുകയാണ്, അവർക്ക് സ്വച്ഛന്ത വിഹാരം നടത്താനുള്ള, സ്വൈര്യമായി സഞ്ചരിക്കാനുള്ള ഉദ്യാനങ്ങൾ അവർക്ക് നൽകുകയാണ്, അവർക്ക് രുചികരമായ പഴങ്ങൾ കൊടുക്കുകയാണ്. എല്ലാ സുഖങ്ങളും മലക്കുകൾ വന്നുകൊണ്ടവർക്ക് നൽകുകയാണ്. അവർക്ക് ഇരിക്കാനുള്ള പ്രത്യേകമായി ഇരിപ്പിടങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവർക്ക് ഇരിക്കാനുള്ള നല്ല കോസരികൾ, നല്ല പട്ടുടയാടകൾ അവിടെ സ്വർഗത്തിൽ വിരിച്ചു കൊടുക്കുന്നു. നല്ല മധുരാപകരമായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പഴങ്ങൾ, ഭൂമിയിലെ പഴങ്ങളല്ല, നല്ല മധുരമുള്ള സ്വീറ്റ്സ് പഴങ്ങൾ അവർക്ക് കൊടുക്കുക. അങ്ങനെ സ്വർഗത്തിന് അവരങ്ങനെ കഴിഞ്ഞുകൂടും. ഈ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്താൽ പോലും അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു ദുഃഖം കാണുകയാണ്, ഒരു സങ്കടം ഘനീഭവിച്ചു നിൽക്കുകയാണ്. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ വല്ലാത്ത ഒരു സങ്കടം പോലെ, വല്ലാത്ത ഒരു ദുഃഖം പോലെ. ഈ സമയത്ത് അള്ളാഹു അവരോട് പറയും, സ്വർഗത്തിലുള്ള ആളുകൾക്ക് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്താലും അവരുടെ മുഖത്ത് പിന്നെയും ഒരു ദുഃഖമുള്ളത് പോലെ ഇങ്ങനെ കാണുമ്പോ അള്ളാഹു അവരോട് പറയും, അല്ല, നിങ്ങളെ മുഖത്തെന്താ ഒരു സങ്കടം പോലെ, ഒരു ദുഃഖം പോലെ, ഒരു വിഷമം പോലെ, പ്രയാസം പോലെ. ഇത് പ്രയാസപ്പെടേണ്ട വീടല്ല, ഇത് സങ്കടപ്പെടാനുള്ള വീടല്ല, ഇത് സമാധാനത്തിന്റെ വീടാണ്, ഇത് ശാന്തിയുടെ വീടാണ്, ഇവിടെ സന്തോഷം പങ്കുവെക്കാനുള്ള വീടാണ്. ഇവിടെ പരിഭ്രമിക്കേണ്ടതില്ല, ഇവിടെ ആകുലപ്പെടേണ്ടതില്ല, ഇവിടെ ആവലാതിപ്പെടേണ്ടതില്ല. നിങ്ങൾ പറയണം, എന്താണ് നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത ഒരു ദുഃഖം പോലെ. അവർ അല്ലാഹുവിനോട് പറയുന്നു, ഇന്നലനാ മൗഇദൻ ഖദ് ജാഅ വഖ്തുഹു,
അല്ലാഹുവേ, നീ ഞങ്ങളോട് ഒരു വാഗ്ദത്തം ചെയ്തിരുന്നില്ലേ, നീ ഒരു കരാറ് ചെയ്തിരുന്നില്ലേ, നീ ഒരു ഉടമ്പടി നടത്തിയിരുന്നില്ലേ? എന്താ ഉടമ്പടി? അല്ലാഹുവേ, നീ ഞങ്ങളോട് ഒരു കരാറ് ചെയ്തില്ലേ, ആ കരാറിന്റെ സമയം ഇവിടെ സമാഗതമായിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? എന്താണ് കരാറ്? وجوه يومئذ ناظرة إلى ربها ناظرة. നാളെ ഖിയാമത്ത് നാളിന്റെ അന്ന് ചില ആളുകളുടെ മുഖം വെട്ടിത്തിളങ്ങുകയാണ്, പ്രകാശിക്കുകയാണ്. അല്ലാഹുവേ, അത്തരം മുഖം പ്രകാശിക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായി ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. സാധുക്കളായി ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുഖം പ്രകാശിച്ച ആളുകൾ അവര് അള്ളാഹുവിലേക്ക് ഇങ്ങനെ നോക്കുക. മാത്രല്ല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിന്റെ പൗർണമിയെ നിങ്ങൾ എപ്രകാരം ആകാശത്ത് മിന്നിത്തിളങ്ങുന്നത് കാണുന്നുവോ, അപ്രകാരം നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ അള്ളാനെ കാണാത്തതിലുള്ള സങ്കടമാണ് സ്വർഗവാസികളായ ആളുകളുടെ ഈ മുഖത്ത് ഇങ്ങനെ കാണുന്നത്. പറയണ്ട മനസ്സിലാവുണ്ടോ? فيقول الله تعالى للملائكة. ഈ സമയത്ത് അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു, ഇർഫഉൽ ഹുജുബ അനിൽ വുജൂഹ്. ഈ സ്വർഗവാസികളായ ആളുകളുടെ മുഖത്ത് നിന്ന് മറയങ്ങ് നീക്കണേ, മറയങ്ങ് ഉയർത്തണേ. ഈ സമയത്ത് അവർ അല്ലാഹുവിനോട് പറയുന്നു, മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, ഫതഖൂലുൽ മലായികത്തു യാ റബ്ബനാ കൈഫ യറൗനക യാ അല്ലാഹ്. അല്ലാഹുവേ, ഈ സ്വർഗത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് നിന്നെ കാണുക? വഖദ് കാനൂ ഉസാ. അവർ ഭൂമിയിൽ നിന്ന് നിനക്ക് എതിര് പ്രവർത്തിച്ചവരാണ്, അവർ നിസ്കരിക്കാത്തവരാണ്, അവർ തോന്നുമ്പോൾ നിസ്കരിച്ചവരാണ്, അവർ സ്വതക ചെയ്യാത്തവരാണ്, അവർ ദീനിന് വേണ്ടി ഹിദമ ചെയ്യാത്തവരാണ്, മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന കാര്യം അംഗീകരിക്കാത്തവരാണ്, അവർ പിതാവിനെ തള്ളിപ്പറഞ്ഞവരാണ്, അവർ മതത്തിന് എതിരെ നിന്നവരാണെന്ന് പറയുമ്പോ അല്ലാഹു തആല വീണ്ടും മലക്കുകളോട് പറയുന്നു, ഫയഖൂലുല്ലാഹു തആല യർഫഉൽ ഹുജബ. അവരുടെ മുഖത്ത് നിന്ന് ഈ മറയെ ഉയർത്തിക്കളയണേ. ഫഇന്നഹും കാനൂ ദാകിരീന ബാകീന ഫിദ്ദുനിയാ തമഅൻ ഫീ ലിഖാഇ. അവർ ഭൂമിയിൽ വെച്ചുകൊണ്ട് എന്നെ ദിക്ർ ചെയ്തവരാണ്, എന്നെ സ്മരിച്ചവരാണ്, അവർ കരഞ്ഞുകൊണ്ട് എനിക്ക് ദിക്ർ ചൊല്ലിയവരാണ്. അവർ ഊണും ഉറക്കവുമില്ലാതെ രാത്രി സമയത്ത് എല്ലാവരും ഉറക്കിൽ നിദ്രയിൽ ആണ്ടുപോയ സമയത്ത് നിദ്രാവിഹീനനായിക്കൊണ്ട് അവർ എനിക്ക് തസ്ബീഹ് നിസ്കരിച്ചവരാണ്, അവർ എനിക്ക് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചവരാണ്, അവർ ദിക്ർ ചൊല്ലിയവരാണ്. എന്തിനാണെന്നറിയുമോ? തമഅൻ ഫീ ലിഖാഇ. ഈ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് എന്നെ കാണാനുള്ള അവരുടെ ഉത്കടമായ ആഗ്രഹമാണ് അവരെ ദിക്ർ ചൊല്ലിപ്പിച്ചത്, അവരെ നമസ്കരിപ്പിച്ചത്, അവരെ നോമ്പെടുപ്പിച്ചത്, അവരെ സകാത്ത് കൊടുപ്പിച്ചത്. എന്നിട്ട് അല്ലാഹു തആല അവരോട് പറയുന്നു, ഇർഫഉൽ ഹുജബ അനിൽ വുജൂഹ്. ഈ സ്വർഗവാസികളായ ആളുകളുടെ മുഖത്ത് നിന്ന് നിങ്ങൾ മറ ഉയർത്തിക്കളയണേ. ഫതർഫഉൽ ഹുജബ. ഈ മലക്കുകൾ വന്നിട്ട് സ്വർഗവാസികളായ ആളുകളുടെ മുഖഭാഗത്ത് നിന്ന് ഈ മറങ്ങോട്ട് ഉയർത്തുകയാണ്. ഫയൻദുറൂ. അവരെന്ന് നോക്കുകയാണ്. ഫയഖിറൂന സുജ്ജദൻ ലില്ലാഹ്. അവർ സുജൂദിലായി കൊണ്ട് വീഴുകയാണ്. ഈ സമയത്ത് സ്വർഗവാസികളായ ആളുകളോട് അല്ലാഹു തആല പറയുന്നു, ഇർഫഉ റൂസകും. സ്വർഗവാസികളെ, നിങ്ങൾ തല ഉയർത്തണേ, നിങ്ങൾ തല പൊക്കണേ. ഇവിടെ ഇബാദത്ത്
ചെയ്യാനുള്ള വേദിയല്ല, ഇത് ഇബാദത്ത് ചെയ്യാനുള്ള, ഇവിടെ കർമ്മം ചെയ്യാനുള്ള വേദിയല്ല. ഇത് സുഖങ്ങളുടെ ലോകമാണ്, ഇത് ഔദാര്യത്തിന്റെ ലോകമാണ്. നിങ്ങൾ ഇവിടെ സുജൂദ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ തലയും ഉയർത്തണേ. ഇത് അമല് ചെയ്യാനുള്ള വീടല്ല. സ്വർഗവാസികളോട് അല്ല പറയാ, ഇവിടെ നിങ്ങൾ അമല് ചെയ്യേണ്ട ആവശ്യമില്ല, നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, അവിടെ ഒരു തെക്കിലീഫില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് സുഖം നൽകാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തല ഉയർത്തുക. അങ്ങനെ എല്ലാവരും സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നു. എല്ലാവരും സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നു. അള്ളാഹു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്, വെളിപ്പെടുകയാണ്. ഒരു രൂപവും കൂടാതെ അള്ളാഹു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, സലാമുൻ അലൈക്കും യാ ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ, എന്റെ അടിമകളെ നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ. ഫഖദ് റദീതു അൻകും, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ ആദരിച്ചിരിക്കുന്നു. ഫഹൽ റദീതും അന്നീ, അല്ലാഹ് സ്വർഗവാസികളോട് പറയാ, ഞാൻ നിങ്ങളെ കണ്ടു, എനിക്ക് നിങ്ങളെ ഇഷ്ടായി, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ഫഹൽ റദീതും അന്നീ, സ്വർഗവാസികളോട് അല്ലാഹ് പറയാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം എന്താണെന്നറിയോ? അള്ളാനെ കാണലാണ്. അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ, അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ. അതാണ് സ്വർഗവാസികൾ മറ്റുള്ള സുഖങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടും അവരുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായത്, അവരുടെ മുഖത്ത് വല്ലാത്തൊരു ദുഃഖം ഉണ്ടായത്. അപ്പോഴാണ് അള്ളാഹു അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വിടുന്നത്. അള്ളാഹു ഇറങ്ങി വരുന്നത്, അള്ളാഹു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാൻ അവരോട് പറയാണ്, വഖദ് റളീതു അൻകും, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു. ഫഹൽ റളീതും അന്നി, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് സ്വർഗവാസികളായ ആളുകളോട് അള്ളാഹു ചോദിക്കുക. ഈ സമയത്ത് സ്വർഗവാസികളായ ആളുകൾ പറയുകയാണ്, ഫയഖൂലൂന വമാ ലനാ ലാ നർദാ, അല്ലാഹുവേ, പടച്ച തമ്പുരാനേ, ഞങ്ങൾ എന്തുകൊണ്ട് തൃപ്തിപ്പെടാതിരിക്കണം, ഞങ്ങൾ എന്തുകൊണ്ട് സ്നേഹിക്കാതിരിക്കണം, ഞങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കണം. വഖദ് അഅതൈതനാ, ഈ സ്വർഗത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിന് ഇന്നേ വരെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത സുഖങ്ങൾ ഞങ്ങൾക്ക് നൽകിയല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് അങ്ങേ ഇഷ്ടപ്പെടാതിരിക്കണമെന്ന് ഈ സ്വർഗവാസികളായ ആളുകൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ജന്നാത്തു അദൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അദിന് എന്ന പേരുള്ള സ്വർഗം, അതിന്റെ താഴ്ഭാഗത്തുകൂടെ അതിന്റെ അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുകയാണ്, പാലാറുകൾ ഒഴുകുകയാണ്, തേനാറുകൾ ഒഴുകുകയാണ്, കല്ലിനാറുള്ള നദികൾ ഒഴുകുകയാണ്. ഖാലിദീന ഫീഹാ അബദാ, സത്യവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിന്റെ അനന്തകോടി അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമായ സ്വർഗത്തിൽ ശാശ്വതരാണ്. ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരെ തെറ്റിപ്പെട്ടിരിക്കുന്നു. അവര് അള്ളാൻ എങ്ങട്ട് തിരിച്ചും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അള്ളാഹു സ്വർഗത്ത് കിടക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ, അള്ളാഹു സ്വർഗത്ത് കിടക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമുക്ക് സ്വർഗം കിട്ടുമോ? നിങ്ങളൊന്ന് ചിന്തിക്കണം ഉമ്മമാരെ, ഇങ്ങനെ പോയാൽ സ്വർഗം കിട്ടുമോ? ഇതിപ്പോ ഒരു സ്വർഗത്തിൽ നിന്നുള്ള സദസ്സ, ഇവിടെ എത്ര ആൾ